ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസ്. പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഗോവയത്തെ ഡേ 2 ആണ്. ഞങ്ങൾ ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ കുറച്ച് ക്ഷീണമായി. വേറെ നല്ല കുറേ നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട്. അപ്പോൾ പിള്ളേരെടുത്ത് നടന്നൊക്കെ വന്നപ്പോൾ കുറച്ച് ടയേർഡായി. എനിക്ക് തന്നെ രാവിലെ തലവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതാണ് ഫേസിൽ കാണുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇതേ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻസ് എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോട്ട പറഞ്ഞിട്ടുണ്ട്. കോട്ട ഏതോ ഒരു സുൽത്താൻ്റെ ഒരു കോട്ട, പിന്നെ കുറച്ച് ടെമ്പിൾ ഇന്നല്ല കേട്ടോ, നാളെയാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും ഏതോ ഒരു ബീച്ച് സൈഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങൾ കാണാനൊക്കെ ആയിട്ട് എന്തൊക്കെയോ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അവർ വിളിക്കുന്നു, ഞങ്ങൾ പോകുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും കാറിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വീണ്ടും ഛർദ്ദിക്കാൻ വന്നു. കാരണം ഇത്ര പേര് അടഞ്ഞു കൂടിയിരിക്കുന്നു. പിന്നെ ആളുടെ ഡ്രൈവിങ് ഒരു സുഖം ഉണ്ടായിരുന്നില്ല, ഭയങ്കരമായിട്ട് ഒലച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഛർദ്ദിക്കാൻ വന്നിട്ട്. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു തമ്പോറായ രീതിയിലാണ് ഇരിക്കുന്നത്. ആളുടെ ഒരു ഡ്രൈവിങ് ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്, ഒരു കോട്ട. അവിടെയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. എന്തായാലും വരൂ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ഉപ്പ് സോഡ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം വേറൊന്നല്ല, വണ്ടിയിലുള്ള ഞങ്ങൾ ഈ 7 പേർക്കും, 7 പേരല്ലേ, 1 2 3 4 5 6 സോറി 6 പേർക്കും പറഞ്ഞോടും കൂട്ടിയിട്ട് 7 പേർക്കും, നമ്മുടെ പിള്ളേരും കൂടി കൂട്ടിയിട്ട് 10 പേർക്കും ഭയങ്കര ഒരു ക്ഷീണം, ഛർദ്ദിക്കാൻ വരവ്. എനിക്കാണെങ്കിൽ തലവേദനയുണ്ട്. അപ്പോൾ ഒരു ഉപ്പ് സോഡ കുടിച്ചിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഇവിടുത്തെ ഉപ്പ് സോഡയും സർബത്തൊക്കെ കുടിക്കുമ്പോൾ എന്തൊക്കെയോ സ്പെഷ്യലായിട്ട് ഒരു ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, അതങ്ങനെയാണ്. നമ്മുടെ നാട് വിട്ട വേറെ ടേസ്റ്റ് നമ്മളൊക്കെയാണ്. ഞാനാണെങ്കിൽ ഇത് ഒരാഴ്ച ഛർദ്ദിച്ചു. അതുകൊണ്ടാണെങ്കിൽ ചെറുതായിട്ട് തലകറക്കെന്നൊക്കെ പറഞ്ഞിട്ടെന്നല്ല, അവൾക്ക് തല കറങ്ങിയിട്ട് അവളവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവളെ നോക്കിയതാണ്. അപ്പോഴേക്കും ചേട്ടന്മാർ പോയിട്ട് വന്നിട്ട് ഉപ്പിലിട്ട പേരയ്ക്കാം, അല്ല ഉപ്പ് തേച്ച പേരയ്ക്കൊക്കെ കൊണ്ടുവന്നു. പക്ഷെ അതൊക്കെ ഭയങ്കര വാടിയതായിരുന്നു കേട്ടോ, ഫ്രഷ് ആയിരുന്നില്ല. ഭയങ്കര വാട്ട വന്നതായിരുന്നു, കഴിക്കാൻ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും അവിടെ വിശക്കണ സമയത്ത് ഇന്നത് എന്നൊന്നുമില്ലല്ലോ. അപ്പോഴാണ് ഞങ്ങൾ നമ്മുടെ ഗായിക ജോൾസിനെ കണ്ടത് കേട്ടോ അവിടെ. അപ്പോൾ ഭയങ്കര സന്തോഷമായി ഒരു മലയാളീനെ കണ്ടപ്പോൾ. വേറല്ല, ഒരു അറിയപ്പെടുന്ന ഒരാളെ കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷമായി. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നപ്പോൾ ഭയങ്കര നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല പച്ച പുൽത്തകിടും, പിന്നെ അങ്ങോട്ട് അകലേക്ക് നോക്കിയപ്പോൾ കുറച്ച് വലിയ വലിയ കോട്ട പോലെ എന്തൊക്കെയോ പണിതൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും സൈഡായിട്ട് ശരിക്കും വേണ്ടി, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയേർഡായി. ഇന്നലത്തെ ഭയങ്കരമായിട്ടുള്ള നടത്തം, ബീച്ചിലത്തെ ആ ഒരു സൂര്യാഘാതവും ഒക്കെ ആയിട്ട്. പിന്നെ ഫുഡും എനിക്കിവിടെ ഒട്ടും ശരിയായിരുന്നില്ല. എനിക്ക് കർണാടക സൈഡിലുള്ള ഫുഡ് എനിക്ക് എന്തോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് ആ ഒരു മസാല ടൈപ്പ്, അവിടുത്തെ മസാല ഒന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല. അതിപ്പോൾ നോൺ ആയാലും വെജ് ആയാലും. അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചിരുന്നു, പുറത്തുനിന്നാണ് കഴിച്ചിരുന്നത്. അപ്പോൾ കുറച്ചും കൂടി വേറെ ടേസ്റ്റ് കിട്ടിയിരുന്നു കേട്ടോ. കഴിക്കും. വൈകുന്നേരം വീണ്ടും അവിടെ നിന്ന് തന്നെയാണ് ഫുഡ്. ഞാൻ ഒട്ടും കഴിക്കില്ലായിരുന്നു. ഒരു ഇഡ്ഡലിയുടെ പകുതിയൊക്കെ രാവിലെ കഴിക്കുക, വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചു, അല്ലെങ്കിൽ 2 3 കുക്കുമ്പറും ക്യാരറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. അതിൻ്റെയും കൂടി ഒരു പരിക്ക് എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ടേസ്റ്റ് പറ്റാണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, എനിക്ക് മാത്രമായിരുന്നു കുഴപ്പം. എനിക്ക് അങ്ങനെയാണ്, പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ എൻ്റേതായ ഒരു സ്പൈസി ആ ഫുഡും ബാക്കിയുള്ള കാര്യങ്ങളും മീനും സംഭവങ്ങളൊക്കെ ഞാൻ മിസ് ചെയ്യും. അത് ഞാൻ ഇവിടെ നിന്നല്ല എവിടെ പോയാലും, ആകെ തമിഴ്നാട്ടിൽ പോയാൽ മാത്രമാണ് എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണിയും ഫുഡ് ഐറ്റംസൊക്കെ എനിക്ക് എൻ്റെ ടേസ്റ്റിന് കൂടുതൽ അവിടുത്തെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിതിൻ്റെ മുകളിലേക്ക് കയറണം. കൂടുതൽ കാഴ്ചകൾ കയറി ചെന്നിട്ടാണ്. സ്റ്റെപ്പ് ഉണ്ട്, അതേപോലെ തന്നെ സ്ലോപ്പും ഉണ്ട്. ഇവിടെ നല്ല രീതിയിൽ നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ടും പ്ലാസ്റ്റിക് ഒന്നും ആരും ത്രോ ചെയ്യാണ്ടൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുമുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഏതോ ഒരു പണ്ടത്തെ ഒരു രാജാവിൻ്റെ ഒരു സങ്കേതമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെന്താ, ഒരുപാട് ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഇത് പണിതിട്ടുള്ളത്. എനിക്ക് മനസ്സിലായില്ല, ഇവർ പറയാനായിട്ടാണ് എന്തൊക്കെയോ സംഭവങ്ങൾ, അറകൾ ഇതൊക്കെ ആയിട്ട് ഇപ്പോഴത്തെ പുതിയ ആൾക്കാർക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലുള്ള ടെക്നിക്കൊക്കെ ഇതിനുള്ള യൂസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞു കേട്ടതാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞു കണ്ടില്ല. ഞാനിങ്ങനെ ഓരം പിടിച്ച് കയറി വരാണ്. ആ സ്റ്റെപ്പ് കയറി വരാനുള്ള അത്ര ആടെ എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ കടലാണ്. പിന്നെ ഗോവയത്തെ ഒരു കടലിൻ്റെ എനിക്ക് പ്രത്യേകത തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും സൗണ്ട് ഇല്ലാത്ത കടലാണ്. നിങ്ങൾ കേൾക്കുമ്പോൾ ഇപ്പോൾ ചിരിക്കും, സത്യം. നമ്മളൊരു കടലിലൊക്കെ അടുത്തെത്തണ്ട,
അകലെന്നേ നമുക്ക് ആ ഒരു തിരമാലയും കാറ്റിൻ്റെ ഒക്കെ ഒച്ച ഭയങ്കര, നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ തന്നെ കടലിൽ തിര വന്നിരിക്കും ഞങ്ങൾക്കിടെ കേൾക്കാൻ പറ്റും, ഞങ്ങൾ ബീച്ച് സൈഡ് ആയതുകൊണ്ട്. പക്ഷേ ഇത് തൊട്ടപ്പുറത്ത് കടലാണെന്ന് മനസ്സിലാവണേണ്ടായിരുന്നില്ല. ഒട്ടും സൗണ്ടിലാണ്, ഭയങ്കര തിരമാലകളൊക്കെ ഉണ്ടെങ്കിലും ശാന്തമായൊരു സംഭവം. ഇനി അത് എൻ്റെ കാതിൻ്റെ ഒരു പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇവിടെ കുറച്ച് നേരം നടന്ന് കണ്ടു. അപ്പോൾ വീണ്ടും നമ്മൾ ജോത്സനെ കണ്ടു. ജോത്സന നല്ല റിലാക്സ്ഡ് ആയിട്ട് നടക്കുകയാണ്, കാരണം അധികം ആരും ചേച്ചീനെ ശല്യം ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ആസ്വദിച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര പീസ്ഫുള്ളാണ്. ആൾക്കാരൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ കുറേ സംഭവങ്ങളൊക്കെ, കോട്ട അടിയിൽ കുറേ അറകളൊക്കെ ഉണ്ട്, തൊട്ടടുത്ത് കടൽ, പിന്നെ പണ്ടത്തെ ഒരു ടെക്നോളജി യൂസ് ചെയ്ത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ എന്തൊക്കെയോ സ്പെഷ്യാലിറ്റീസ്, പക്ഷേ എനിക്ക് കൂടുതലായിട്ടൊന്നും മനസ്സിലായില്ല. അങ്ങനെ സംഭവം മനസ്സിലാവാത്തതിന് പ്രധാന കാരണം ഒട്ടും വയ്യായിരുന്നു, അതായിരുന്നു. പിന്നെ എല്ലാവരുടെയും മൂഡ് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ആടി പാടി കളിച്ച് ചിരിച്ച് നിന്നാട്ടോ. ഛർദ്ദിക്കാനായിട്ട് 1-2 പ്രാവശ്യമൊക്കെ വന്നിരുന്നു അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു സ്ലോപ്പ് അടച്ച് ഇറങ്ങാനായിട്ട് ഒറ്റയ്ക്ക് ഇറങ്ങാൻ തന്നെ എനിക്ക് പേടിയൊക്കെ കണ്ടിട്ട്, അപ്പോൾ ഞാൻ ഇൽച്ചേൻ്റെ കൂടെ 2 പേരെയും പറഞ്ഞയച്ചുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ഏട്ടൻ്റെ കൈ പിടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഇതൊരു അണ്ടർഗ്രൗണ്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോരോ റൂം പോലെ ഉണ്ട്, കണ്ടില്ലേ, ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സാധനം കണ്ടില്ലേ. അതിൻ്റെ ഉള്ളിൽ ഓരോരുത്തരെ ചേട്ടൻ പറയായിരുന്നു, ഓരോരുത്തരൊക്കെ കൊല്ലാൻ അല്ലെങ്കിൽ തടവിലാക്കാന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഉള്ളിൽ ഇടും ഒരു ഗുഹ പോലത്തെ ഒരു സംഭവം, അല്ലെങ്കിൽ ആൾക്കാരൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിലായിരിക്കും ഇട്ട് വെക്കുക എന്നൊക്കെ പറയുന്നു ഞങ്ങൾ. വെളിച്ചം കാണാൻ പറ്റാത്ത പിള്ളേരൊക്കെ നല്ല എൻജോയ്മെൻറ്റിലായിട്ട് അതിനുള്ളിൽ നമ്മൾ ഒക്കെ നന്നായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇവരിങ്ങനെ ഓരോ പേരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അഞ്ചു അമ്മയെന്നൊക്കെ. പിന്നെ ഇവിടുത്തെ ഓരോ ചുമരിൻ്റെ ഉള്ളിലും ഓരോ അറകളുണ്ട്, അതവരിങ്ങനെ അടച്ചു വെച്ചിരിക്കുക, വേണ്ടപ്പോൾ അവർ തുറക്കും. അതെങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഓരോ ഇങ്ങനെ ഹോളുകളുണ്ട്, അതിൽ കല്ല് കയറ്റി വെച്ചിരിക്കട്ടെ, അതേപോലെ വെട്ടുകല്ല് കയറ്റി വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ബീച്ച് കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നീൽച്ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങി ജസ്റ്റ് നോക്കാൻ പോയി. ഞങ്ങളവിടെ ഇരുന്നു, വിശക്കണമുണ്ട്. ഞാനാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാഗി കഴിക്കാം. പിന്നെ ഇവിടെ വാട്ടർമെലനും അതേപോലെ തന്നെ പേരയ്ക്കായൊക്കെ കിട്ടിയിരുന്നു, അത് നല്ല ഫ്രഷായിരുന്നു. അപ്പോൾ കാലത്ത് ഞാനൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ വാരി വലിച്ച് കഴിച്ച് ഏകദേശം സെറ്റായി. പിള്ളേരൊക്കെ ഉറങ്ങാണ്. നമ്മളിവിടുന്ന് പോയിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കുക. ഞാൻ എപ്പോഴും ഫ്രൈഡ് റൈസാണ് പറയുക, കാരണം എനിക്കത് ഇവിടുത്തെ ഓക്കെ എന്ന് തോന്നി. പക്ഷേങ്കിൽ കൂടുതൽ വിഭവങ്ങൾ പറയാനും പറ്റില്ല, വേറെ ഒന്നല്ല, നല്ല റേറ്റാണ്. ഏത് ഹോട്ടലിൽ കയറിയിട്ടുണ്ടെങ്കിലും റേറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചുണ്ടോ. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു സ്നോ പാർക്കിൽ തന്നെ. ഇവിടെയും കൂടി ഒന്ന് കയറിയിട്ട് പോകാൻ വിചാരിച്ചു, കാരണം എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് എവിടെയെങ്കിലും കയറണ്ടേ. ബീച്ച് തന്നെ ബീച്ച്, പിന്നെ വേറൊരു സ്ഥലങ്ങളില്ല. ഞങ്ങൾ കാണാൻ പോയത് സെയിം തന്നെയായിരുന്നു. പിന്നെന്താ, അപ്പോൾ ഇവിടെ എൻട്രി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കുന് വയ്യായിരുന്നു, അപ്പോൾ ചിക്കും ഉറങ്ങണമായതുകൊണ്ട് അതിനൊന്നും എടുത്തിട്ട് ചിക്കു പുറത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ നല്ല റേറ്റ് ഉണ്ട്, ഒരാൾക്ക് 700 800 അങ്ങാണ്ട് രൂപയുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും വിചാരിച്ചു എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ടേ, പിള്ളേർക്ക് ഒരു എൻജോയ്മെൻറ്റ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിനുള്ളിൽ കയറി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷൂസ്, സോക്സ്, പിന്നെ പിള്ളേർക്ക് സെപ്പറേറ്റ് സോക്സ്, ഷൂസ്, പിന്നെ ജാക്കറ്റ്, പിന്നെ തലയിലിട ഒരു തൊപ്പി, ഗ്ലൗസ് ഒക്കെ ആയിട്ട് ഫുള്ള് കവേർഡായിട്ട് വേണം നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട്. പിന്നെ ഗൈസ്, ഞാൻ കിടന്നുകൊണ്ടാണ് ഡബ് ചെയ്യുന്നത്. എൻ്റെ മേത്താണെങ്കിൽ നമ്മുടെ അല്ലുകുട്ടൻ ഉറങ്ങിക്കെടുക്കുകയാണ്. അതാണ് ഇടയ്ക്ക് ഒരു ശ്വാസം ഈ ഒരു സൗണ്ട് കേൾക്കണം കേട്ടോ, കാരണം ഞാൻ അവൻ ഉറങ്ങുന്ന സമയത്താണ് കൂടുതൽ റൂമിൽ വന്നിട്ട് ഡബ് ചെയ്യാറ്. അപ്പോൾ അവൻ ഓരോ ഉറക്കാൻ നീറ്റിട്ട് എൻ്റെ മേത്ത് കയറി കിടക്കണം. അപ്പോൾ അങ്ങനത്തെ നമ്മൾ ഷൂസൊക്കെ ഇടാണ്. ഇതിനെനിക്ക് തോന്നുന്നത്, ഞാൻ ആദ്യം വിചാരിച്ചു നമ്മളിങ്ങനെ ഡ്രീം വേൾഡിലൊക്കെ പോകുമ്പോഴൊക്കെ കണ്ടിട്ടില്ലേ, ഒരു സ്നോ പോലത്തെ ഒരു ഏരിയ ഉണ്ടാവും, ഫുൾ നല്ല തണവായിട്ട്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാ ഭാഗവും കവേർഡായിട്ട് പോകണം, ആ ഒരു സെറ്റപ്പ് ആയിരിക്കുന്നു. അപ്പം അങ്ങനെ പിള്ളേരെ എല്ലാതും ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയിട്ടോ, ആയാലും കാശിക്കുട്ടനൊക്കെ ആയാലും ഒരു വേഷം കെട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാണ്ട് ഷൂസും സോക്സും ഒക്കെ നല്ല കുട്ടികളെ പോലെ, വലിയ മെച്ചൂർഡായിട്ടുള്ള കുട്ടികളെ പോലെ എല്ലാം ഇടാനായിട്ട് സമ്മതിച്ചു. അപ്പോൾ അതിനൂസ് ഉറങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവനെ വിളിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്നാമത് ഇതിനുള്ളിൽ നല്ല തണമാണെന്നാണ്, അകത്തേക്ക് പോയിട്ട്
പുറത്ത് വന്നോര് പറഞ്ഞത്. ഭയങ്കര ഹെവി തണവാന്നാണ് പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല അവന് ജലദോഷം കഫക്കെട്ടും ഉണ്ട്. അപ്പം അത് ഞാൻ ഓക്കെ അവൻ ഉറങ്ങിക്കോട്ടെ തന്നെ വിചാരിച്ചു. പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇടാനൊന്നും സമ്മതിക്കില്ല. അപ്പം ചിക്കുൻ്റെ കൂടെ ആയതുകൊണ്ട് സേഫായിട്ട് അവൻ അവിടെ ഇരുന്നോളൂ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ എല്ലാവർക്കും ജാക്കറ്റൊക്കെ ഇടാണ്. കടാലിലുക്കുട്ടനൊക്കെ ഭയങ്കര എന്താ പറയുക, ഞാൻ ഓക്കെയാണ്. അല്ലെങ്കിൽ ഭയങ്കര വേഷം കെട്ടായിരിക്കും ഇതൊക്കെ ഇടാനായിട്ട്. എനിക്ക് തോന്നുന്നത് ഞങ്ങളെല്ലാവരും ചെയ്യല്ലേ, അപ്പം മൂപ്പരും ഓക്കെ ആയതാന്ന് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ടല്ലോ ഈ ഒരു ക്ലിപ്പ് കാണാനായിട്ട്. എനിക്ക് കാശിക്കുട്ടനാണ് ഞങ്ങളിൽ വെച്ചിട്ട് നല്ല രസം ഉണ്ടായത്. സോക്സും ഈ സ്വെറ്ററും ആ ജാക്കറ്റും തൊപ്പിയൊക്കെ വെച്ചിട്ട് അവൻ നല്ല എന്താ പറയുക സെറ്റപ്പായിരുന്നു. അങ്ങനത്തെ ഹെവിക്കുട്ടീനും എല്ലാവരെയും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എന്തുട്ടായിരുന്നു, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. പാൻറ്റൊന്നുമില്ല കേട്ടോ, പാൻറ്റൊക്കെ നമ്മളുടെ പാൻറ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇത്രയും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മുന്നോടിയായിട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും, നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഉണ്ടാവോ ഇല്ല എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ. ഇനി ഞങ്ങൾക്ക് ഇവിടെ 1 ഡേയും കൂടി ഉണ്ട്. നാളെ വൈകിട്ടേ തിരിച്ചു പോരുള്ളൂ. അപ്പോൾ വേറെ സ്ഥലങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കണം, ഇതേപോലുള്ള എന്തെങ്കിലും. അല്ലെങ്കിൽ ഫുൾ ബീച്ച് സംഭവങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ നമുക്കറിയാത്ത സ്ഥലങ്ങളുണ്ടോയെന്നും അറിയില്ല, അത് ഒരുപാടുണ്ടായിരിക്കും ഓഫ് കോഴ്സ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അല്ലെങ്കിൽ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്ലാനൊക്കെ ചെയ്ത് പോവുക. ഹോട്ടൽസ് ആയാലും അതേപോലെ തന്നെ ഏത് ഡെസ്റ്റിനേഷൻ വേണമെന്നൊക്കെ നന്നായിട്ട് പ്ലാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വന്നപ്പോഴാണെങ്കിൽ പിള്ളേരുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇവരെയും കൊണ്ട് എല്ലായിടത്തേക്കും നടക്കുക, അവരെ വാശിക്കനുസരിച്ച് നിൽക്കുമ്പോൾ നമ്മളൊരു ദിവസത്തിൽ പകുതി സമയം പോകും ഇവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് വരുമ്പോൾ. സിംഗിൾ അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ട് വരിക, അല്ലെങ്കിൽ പാറുവിൻ്റെ അത്രയ്ക്ക് ഏജൊക്കെ ആയിട്ട് വരികയാണെങ്കിലും അത് ഓക്കെ ആയിരിക്കും കേട്ടോ. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ എവിടെ പോകുമ്പോഴും ഞങ്ങൾ പിള്ളേരെ കൊണ്ടുപോകും. അങ്ങനെ നമ്മളിതേ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഉള്ളിൽ കാല് വെച്ചപ്പോൾ തന്നെ മനസ്സിലായി, അതായത് ഞാൻ ഷോർട്ട്സ് ചെറിയ മുട്ടിന് അത്രയ്ക്കുള്ള ടോപ്പായത് ഇട്ടിരുന്നത്. അപ്പോൾ കാൽമയ്ക്ക് നന്നായിട്ട് തണമെടുത്തു. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ വലിക്കുന്ന ശ്വാസം ഉള്ളിലേക്ക് പോകുന്നത് ഐസും കെട്ട പോലെയാണ്. അത്രയ്ക്ക് തണവാട്ടോ. അതിൻ്റെ അടിയിൽ കണ്ടില്ലേ ശരിക്കും ഒരു മഞ്ഞ് സെറ്റപ്പ് ഫുള്ള് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് പിള്ളേരെ ആലോചിച്ചിട്ടായിരുന്നു പേടി. കാരണം ഇവർക്ക് കുറച്ചാകുമ്പോഴേക്കും മൂക്കൊക്കെ ചോന്ന് കൈയൊക്കെ വിറങ്ങലിക്കും. ഞാൻ നന്നായിട്ട് കാതൊക്കെ മൂടി വെച്ചിട്ടാണ് വിട്ടിട്ടുള്ളത്. പിന്നെ അതല്ല എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്, ഇതിൻ്റെ അടിക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഇവർ ഇറക്കുള്ളൂ. ഇതേപോലെ ഒരു ഉന്തി വിടും. എനിക്ക് ഭയങ്കര പേടിയുള്ള സംഭവമാണ് ഇതേപോലെയുള്ള പാർക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ. എനിക്കിങ്ങനെ കുറച്ച് റിസ്ക് എന്നല്ല, ഇതേപോലെ സംഭവം എനിക്ക് ഭയങ്കര പേടിയാണ്. വെള്ളത്തിലേക്ക് മറ്റേ പൂളിലൊക്കെ ഇറങ്ങാനൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം അടുത്തത് എന്നോട് പോകാൻ പറഞ്ഞ് നിഖിൽച്ചേട്ടൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. നിഖിൽച്ചേട്ടനാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ അഡ്വഞ്ചേഴ്സ് എടുക്കണം, അങ്ങനത്തെ ഒരാളാണ്. എന്നെക്കൊണ്ടത് ചെയ്യിപ്പിക്കണം, പേടി മാറണം. പക്ഷേ എനിക്കത് ഭയങ്കര പേടിയായി. നിങ്ങൾ വിചാരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് ഒഴുകി പോകണേ എന്തെത്ര സംഭവം. എനിക്ക് ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. ഞാൻ പഞ്ചിനോട് പറയുന്നത്, അഞ്ചു എനിക്ക് പേടിയാവേണ്ടി എന്ന് പറയുന്നത്. എൻ്റെ ശ്വാസം മുകളിലേക്ക് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ പിന്നെ ആലോചിക്കുമ്പോൾ എത്ര ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഭയങ്കര പേടി. എത്തുമ്പോൾ അങ്ങനെ കെട്ടിമറിഞ്ഞ് വീണു, കമ്മന്നടിച്ച് വീണു, തെറ്റിപ്പോവോ, അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമാണ്. എനിക്കത് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവരെല്ലാവരും എന്നെ ചീത്ത പറയുമോ അത് പേടിച്ചിട്ടാണ് ഞാൻ പോയത് തന്നെ. അങ്ങനെ ഈ ഒരു വഴി കൂടിയാണ് അവരെ ഇറക്കി വിടാൻ താഴത്തേക്ക്. ഇപ്പോൾ ഫൈനലി നിഖിൽ ചേട്ടനും എത്തിയിട്ടുണ്ട്. നിഖിൽ ചേട്ടൻ്റെ കാര്യങ്ങളാണ് ആ കാണുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. ഭയങ്കര രീതിയിൽ നല്ല അടിപൊളി ഹിന്ദി പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് മഞ്ഞ് പോലത്തെ സെറ്റപ്പാണ്. മഞ്ഞ് പോലെ തന്നെ മഞ്ഞാണ്. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇത് ഞാൻ കയ്യിലെടുത്ത് നോക്കിയപ്പോഴും ഒരു മൺതരി പോലത്തെ ഒരു സംഭവമാണ്. മെൽറ്റ് ഒന്നാവണില്ല. ഫുള്ള് AC എന്തൊക്കെയോ വെച്ചിട്ട് നല്ലൊരു നമ്മൾ കുളു മണാലി അല്ലെങ്കിൽ കശ്മീരൊക്കെ എത്തിയ പോലത്തെ അതേതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോണത്. പാർക്കിൽ പോയാൽ പോലും മീൻസ് ഡ്രീം വേൾഡിൽ പോയിട്ടും ഞാൻ ഇങ്ങനത്തെ ഉള്ളിൽ ഇതിന് കയറിയിട്ടില്ല, ഫസ്റ്റാണ്. പിന്നെ ഇവിടെ 2 ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. അവർ ഞങ്ങൾ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിള്ളേരെ ഫോട്ടോസൊക്കെ ആയിട്ട് ഇവരെന്നെ പല പോസുകൾ പറഞ്ഞു തരും. അപ്പം അതിനനുസരിച്ച് ഞങ്ങൾ നിൽക്കും. അങ്ങനെയായിട്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്തിനാണ് ഇവർ ഇത്രമാത്രം ഫോട്ടോസ് എടുത്തിട്ട് ഞങ്ങളെ കൊണ്ട് പോസ് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണ്. ഓരോരുത്തരെയും വിളിപ്പിച്ചിട്ട് ഓരോരുത്തർ കപ്പിളായിട്ട് നിൽക്കാൻ പറഞ്ഞിട്ട് സിംഗിളായിട്ടും പിള്ളേരതൊക്കെ ആയിട്ടും ഞങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസ് ശരിക്കും മറ്റേ പുറത്തൊക്കെ പോയിട്ട് എടുക്കൂലേ, മഞ്ഞൊക്കെ വാരി എറിഞ്ഞിട്ട് അതേപോലെയുള്ള ഫോട്ടോസൊക്കെ ആയിട്ട് എടുത്തിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ നമുക്ക് തരുമായിരിക്കില്ലേ. അങ്ങനെയായിട്ട് ഞാൻ വിചാരിച്ചു. എനിക്ക് ഓടിയില്ല അപ്പം ആ ഒരു സംഭവം. കുറേ ഫോട്ടോസ് എടുപ്പിച്ചിട്ട് നമ്മളായത് പിന്നെ
പറയണ്ടല്ലോ, നമ്മളിങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ പോകണോണ്ട് നമ്മളിങ്ങനെ പല പോസുകളും പറയാം. അവരിങ്ങോട്ട് ഞെട്ടിപ്പോയി, ഇവരോട് 2 പോസ് ഇടാൻ പറഞ്ഞപ്പോൾ ഒരു 10 പോസ് ഇടാമല്ലോ, ഒരു മുഖഭാവം അവർക്ക് വന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പം ഞങ്ങൾ ഇതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അല്ലൂനും ഇവിക്കും ഒക്കെ ഭയങ്കരമായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എന്തായാലും പോന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ അവർക്ക് ഇന്ന് പേയ്മെൻറ്റ് ചെയ്തിട്ട് വാങ്ങിക്കണം. ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് സെലക്ട് ആയിട്ട് ഇപ്പോൾ 1000 രൂപയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഞങ്ങൾ ഈ ഒരു ഫോട്ടോ എടുത്തത്, പ്രിൻ്റ് ഔട്ട് എടുത്തത്. എന്തായാലും കുഴപ്പമില്ല, ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ, അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളപ്പോൾ എനിക്ക് മനസ്സിലായി എന്തിനാ അവർ ഇത്രമാത്രം ഫോട്ടോസ് എടുത്തതെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ റിമൂവ് ചെയ്യണം, നമ്മൾ ഷൂസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കണം, ജാക്കറ്റൊക്കെ റിമൂവ് ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങളിത് ഓരോരുത്തരുടെ ഫോട്ടോസൊക്കെ ഇരുന്ന് നോക്കായിരുന്നു. രസമുണ്ട് കാണാനായിട്ട്. അപ്പം ഇതിൽ 2 എണ്ണം ആദ്യം കൊടുത്തു. ഞങ്ങൾ 3 പേര് നിൽക്കുന്നതും അവളും ഉണ്ണിയൊക്കെ ആയിട്ട് അവൾക്കും കൊടുത്തു കേട്ടോ. അപ്പം ഇതേപോലെ ടൂറൊക്കെ പോകുമ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീലല്ലേ. പിന്നീട് എപ്പോഴെങ്കിലും കാണുമ്പോൾ നമ്മൾ ഫോണിലുള്ള പോലെയല്ല, ഇതേപോലെ പ്രിൻ്റ് ഔട്ട് അടിച്ചിട്ട് അപ്പം തന്നെ കിട്ടി സൂക്ഷിക്കുമ്പോൾ ഒരു അടിപൊളിയല്ലേ അല്ലേ. അപ്പം ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ ഒരു പരിപാടിയില്ല, നേരെ റൂമിൽ ചെല്ലാം, റെസ്റ്റ് എടുക്കുക. പോണതിനുള്ളിലൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എവിടെ നവതാരേ നയൻതാര ഏതൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ദോശയും കഴിച്ചു ഗൈസ്. അപ്പം എൻ്റെ ഗോവ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. ഡേ 2 ഞാൻ ഇത്രയ്ക്കേ ഉള്ളൂ. ഞങ്ങൾ എന്തായാലും അടിച്ചു പൊളിച്ചിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു. ഇഷ്ടം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.